ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ബ്രെഡ് വെച്ച് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കും, പുഡിംഗ് ഉണ്ടാക്കും, ബ്രെഡ് ഉപ്പുമാവ് ഉണ്ടാക്കും. പക്ഷെ നമ്മൾ ആരും അങ്ങനെ ദോശ അധികം ഉണ്ടാക്കാറില്ല. ഇന്ന് ബ്രെഡ് വെച്ചിട്ട് ദോശയാണ് കേട്ടോ നമ്മൾ റെഡിയാക്കാൻ പോണത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. 4 വീറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. വീറ്റ് ബ്രെഡ് തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഏത് ബ്രെഡ് ആയാലും കുഴപ്പമില്ല. ജാറിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഫൈൻ പൗഡറാക്കി എടുത്തിട്ട് വരാം. ബ്രെഡ് പൊടിച്ചെടുത്തു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. 3 ടേബിൾ സ്പൂൺ ഫൈൻ അരിപ്പൊടി. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ട് വരാം. പൊടിച്ചെടുത്ത ബ്രെഡിൻ്റെ അരിപ്പൊടിയുടെ റവയുടെയും മിക്സ് ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. 4 വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത്, 2 പച്ചമുളക്, കുറച്ച് വേപ്പില, കുറച്ച് മല്ലിയില, 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇതെല്ലാം ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. 2.25 കപ്പ് വെള്ളമാണ് ചേർത്തേക്കണേ. മിക്സ് റെഡിയായി. ഇനി നമുക്ക് ദോശ റെഡിയാക്കാം. പാൻ ഹീറ്റ് ആകുമ്പോൾ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മാവ് നല്ലോണം ഇളക്കിയിട്ട് ഒഴിക്കണം കേട്ടോ. അരിപ്പൊടി റവയൊക്കെ ഉള്ളത് കാരണം അടിയിൽ പോയി പിടിക്കുക. അതുപോലെ ഒഴിക്കുമ്പോൾ പാൻ നല്ല ഹീറ്റായിരിക്കണം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചോളൂ. സിമ്മിലൊന്നും വെച്ച് റെഡിയാക്കേണ്ട ആവശ്യമില്ല. ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് മുകളിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ട് നമുക്ക് മറിച്ചിടാം. ബ്രെഡിൽ ഉണ്ടാക്കിയതാന്നേ പറയില്ല കേട്ടോ, അത്രയ്ക്ക് മൊരിഞ്ഞ് കിട്ടും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതുപോലെ നമുക്ക് മറിച്ചിടുമ്പോൾ പൊട്ടിപ്പോവുക ഒന്നും ആവില്ല കേട്ടോ. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ച് നല്ല മൊരിയിപ്പിച്ച് എടുത്താൽ മതി. ദോശ പൊട്ടേ ഇല്ല. അപ്പോൾ 2 ഭാഗം ദോശ റെഡിയായി. അടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ഭാഗം റെഡിയായി, നമുക്ക് മറിച്ചിടാം. ദോശ റെഡിയായിട്ട് പാനിൽ മാറ്റാം. സിമ്പിളായിട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ടും നമുക്ക് രാവിലത്തെ നേരം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ദോശയും കൂടിയാട്ടോ. നമ്മൾ ഈ ദോശ ഉണ്ടാക്കി വീട്ടിലുള്ളവർക്ക് കൊടുക്കുമ്പോൾ ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കിയെന്നുള്ളത് അവർക്ക് അറിയ പോലും ഇല്ല. അത്രയ്ക്കും ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയും കൂടിയാണ്. രാവിലത്തെ നേരം നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.